ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആമേൻ. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയാ ഈ ലോക സഖികളെല്ലാരും മാറിപ്പോയാലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ പാടി ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ അതിയായിട്ട് സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് നല്ലൊരു പ്രഭാതം ആമേൻ നമുക്ക് തന്നതിനെ ഓർത്ത് ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് അതിയായി സ്തുതിക്കേണ്ട ആമേൻ സാഹചര്യങ്ങളാണ്. ആമേൻ. എത്രയോ പേര് ആമേൻ സ്തോത്രം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ലോകത്ത് നിന്നൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഒരു ഫ്ലൈറ്റിൻ്റെ ആമേൻ ഒരു അപകടം നടന്നപ്പോഴേക്കും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഏകദേശം 300 പേരോളം അതിനകത്ത് ആമേൻ ഒറ്റ നിമിഷം കൊണ്ട് ആമേൻ എരിഞ്ഞടങ്ങി തീർന്നു. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിനെ ആമേൻ സംരക്ഷിക്കുവാൻ കഴിവുള്ള ആമേൻ അങ്ങനെ ഒരു മഹത്വം നമ്മുടെ നടുവിൽ ചലിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ നടുവിലൂടെ കടന്നു വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയാലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ആമേൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആമേൻ ആമേൻ ഈ ദിവസങ്ങളിൽ നമ്മളെ മാറോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രഭാത സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷവും രാത്രിയിൽ ആമേൻ ഉച്ച സമയത്ത് ആമേൻ സ്തോത്രം
ആമേൻ നമ്മൾ ഒരുമിച്ച് കുറേ സമയങ്ങളിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നലെയും നല്ല ദൈവികമായ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ഈ 2 ദിവസങ്ങളും ആമേൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വ്യക്തിക്ക് വേണ്ടി ആദ്യത്തെ ദിവസം നമ്മൾ ലൈനിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മുടെ ആമേൻ സ്തോത്രം ടൈറ്റസിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായൊരു മൂവ്മെൻ്റ് ഉണ്ടായി. ആമേൻ. ഇന്നലെയും അതുപോലെ തന്നെ ആമേൻ ആമേൻ ദേവദാസി നമ്മുടെ ലിസ സിസ്റ്ററിൻ്റെ യുഎയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ആമേൻ ലിസ സിസ്റ്ററിൻ്റെ മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആമേൻ. അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ അതിൻ്റെ തലേ രാത്രിയിലൊക്കെ ലിസ സിസ്റ്റർ മെസ്സേജുകളൊക്കെ അയക്കുകയും പ്രാർത്ഥിക്കണമെന്ന് ആമേൻ നമ്മളോട് പറയുകയൊക്കെ ചെയ്തു. ആമേൻ. ക്രിഷ്ലി റേച്ചൽ എന്ന് പറയുന്ന ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ഒത്തിരി ഭാരപ്പെട്ടിരുന്നു. ആമേൻ. അത് നടക്കത്തില്ല, കാരണം ഭയമായിരുന്നു. സ്തോത്രം, എങ്ങനെ എക്സാം എഴുതും എന്നൊക്കെ ഉള്ളത്. പക്ഷേ റിസൾട്ട് അത് മറ്റൊരു മേഖലയ്ക്കകത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സഹോദരി ആ മെസ്സേജ് അയക്കുന്നത്. നമ്മളത് കേട്ട് ഉടനെ തന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേഗത്തിൽ ആമേൻ സ്തോത്രം വൈകുന്നേരം തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുകയും ചെയ്തു. ആമേൻ സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതകരമായ കരമാണ് അതിനകത്ത് ചലിക്കപ്പെടുന്നത്. കാരണം അപ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അതിൻ്റെ മധ്യ ഞാനുണ്ട് എന്ന് വെളിപ്പെടുത്തി തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നൊരു ദൈവമാണ്. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ലിറ്ററലി ആമേൻ അതിനകത്ത് ദൈവത്തിൻ്റെ കൃപ ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആമേൻ. നമ്മുടെ ഭവനത്തിനകത്ത് പോലും ആമേൻ സ്തോത്രം ഒരുപക്ഷെ ആ സമയത്ത് നടക്കേണ്ടതായിട്ടുള്ള പല ഇൻസിഡൻറ്റുകളും വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ടും കഴിയും. ആമേൻ സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗത്തിൽ ആമേൻ എനിക്ക് തന്നിരിക്കുന്ന ആമേൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 41-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത പദം പറയുകയാണ്: നിന്റെ വീണ്ടെടുപ്പുകാരനായ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം മാത്യു ചാപ്റ്റർ 1:21, അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, ഒരൊറ്റ വേർഡിനകത്ത് നമുക്ക് പറയാൻ കഴിയും: ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുന്നത് ഒരേയൊരു വ്യക്തിയാണ്, നസറായനായ യേശു. എന്തിനാണ് നസറായനായ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത്? ആമേൻ. മറ്റൊന്നുമല്ല, ആമേൻ, പാപികളെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം, രക്ഷിപ്പാൻ തക്കവണ്ണം. ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ നമുക്ക് കാണാൻ കഴിയാവുന്ന വലിയ കാര്യങ്ങളുണ്ട്. അബ്രഹാമിനെയും ദൈവം തിരഞ്ഞെടുത്തു, മോശയെ തിരഞ്ഞെടുത്തു, പ്രവാചകനായ മോശയെ തിരഞ്ഞെടുത്തു, യോശുവയെ തിരഞ്ഞെടുത്തു. മുന്നോട്ട് വരുംതോറും ആമേൻ സ്തോത്രം പ്രവാചകന്മാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയെല്ലാം അവസാനിച്ചതിന് ശേഷം 400 സംവത്സരം പിന്നീട് ദൈവശബ്ദമില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായി. അതിനുശേഷമാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ്റെ ജനനമുണ്ടാകുന്നത്. ആ ദൈവശബ്ദം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയാണ് അടുത്ത ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചേ: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന്
യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നമ്മുടെയൊക്കെയും ജീവിതത്തിനകത്ത് ആമേൻ എത്രത്തോളം ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് ലോകത്ത് കാണുന്ന സകലതും ആമേൻ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവം ആമേൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു. സങ്കീർത്തനം 27 ആമേൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യഹോവ എൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിപ്പിക്കും? ആമേൻ. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിനകത്തൂടെ ദൈവം നമ്മളെ കേൾപ്പിക്കുന്നത് ആമേൻ, സ്തോത്രം, നീ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് പറയുകയാണ്, ഞാൻ വെളിച്ചമാകുന്നു. എവിടെയൊക്കെയോ ഇരുട്ട് വ്യാപിച്ച് കിടന്ന സ്ഥലത്ത്, എവിടെയൊക്കെ അന്ധകാരത്തിനകത്ത് കിടന്ന ആമേൻ ജനത്തിനെ എൻ്റെ കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ വെളിച്ചത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആമേൻ. ആ വെളിച്ചമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യേശു കർത്താവിൻ്റെ ജനനം ആമേൻ ആമേൻ സംഭവിച്ചതിന് ശേഷം ആമേൻ എത്രയോ പേർ ഭയപ്പെട്ടു. ആ പുത്രനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് നശിപ്പിച്ച് കളയണമെന്ന് ആമേൻ ചെറുപ്രായത്തിൽ തന്നെ ആഗ്രഹിച്ചവരുണ്ട്. പക്ഷേ ദൈവം ഒരു ജനനം ഒരാൾക്ക് ആമേൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം അതിനെ ആമേൻ ഈ ഭൂമിയിൽ അതിനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, ആരൊക്കെ അതിൻ്റെ പിന്നാലെ പോയാലും, ആരൊക്കെ അതിനെ എതിർക്കാൻ ശ്രമിച്ചാലും, ദൈവം വളർത്തുന്നതാണെങ്കിൽ അതിനെ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ ആമേൻ ഈ സ്ഥലത്ത് നിന്നുകൊണ്ടൊരു ദൂത് നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ശത്രുവായവൻ എത്ര വലിയ ആമേൻ ആമേൻ എത്ര വലിയ ആയുധങ്ങൾ നിൻ്റെ മുൻപേ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആമേൻ, സ്തോത്രം, ദൈവമാണ് നിന്നെ ഉയർത്തിയതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ ആമേൻ അല്ലെ നമ്മളെ ഓരോരുത്തരെയും പണിതെടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാനുള്ള അധികാരമില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് നാം നിൽക്കുന്നതെങ്കിൽ, യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്താണ് നാം നിൽക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും പറയുന്നു, ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാനോ നിന്നെ തകർക്കുവാനോ ആമേൻ ഈ ലോകത്തിൻ്റെ മുൻപിൽ നിനക്ക് കഴിയത്തില്ല. നിന്നെ കൊണ്ട് ആമേൻ, ഹല്ലേലൂയ, അവൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ ആമേൻ, സ്തോത്രം, അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നത് കേട്ടോ, ഇതാ ഞാൻ നിന്നെ പുതിയതും, ശ്രദ്ധിക്കണേ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നല്ലൊരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, യഹോവയായ ദൈവം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പരിപാലകനായ ആമേൻ ഒരു വ്യക്തിത്വത്തെ ഈ ഭൂമിയിലേക്ക് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ തൻ്റെ ജനത്തെ അതിനകത്തു നിന്നും ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, എന്താ പറയുക, ആ ഒരു അസ്വസ്ഥതയ്ക്കകത്തു നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായിട്ടുള്ള, ആമേൻ, ഹല്ലേലൂയ, ചെറുതൊന്നുമല്ല ദൈവം നമ്മളെ പണിതെടുത്തിരിക്കുന്നത്, മൂർച്ചയേറിയത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഹലിൽ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ആമേൻ, സ്തോത്രം, ഒരു റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ആമേൻ ആ റോഡ് പണി നടന്നതിന് ശേഷം ആ റോഡിൻ്റെ മുകളിൽ കൂടെ ആമേൻ, സ്തോത്രം, ഒരു ഈ റോളർ അതിൻ്റെ മുകളിൽ കൂടെ ഉരുട്ടും. എന്തിനാണെന്നറിയാമോ? ഉയർന്നിരിക്കുന്നത് മുഴുവനും നിരപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ ഒരു 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 റോളർ അതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ ആമേൻ, സ്തോത്രം,
എത്ര ഹൈറ്റ്സിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും സമഭൂമിയാക്കി തരുന്ന ഒരു സർവശക്തനായ ദൈവം. ഇന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, അങ്ങനെ ഒരു മേഖലയ്ക്കകത്താണ് ഏത് ശക്തിയെയും തകർക്കുവാനുള്ള ഒരു ആത്മീക അധികാരം നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ആമേൻ ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ആ ബോധം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായിട്ടുള്ള മെതിവണ്ടിയാക്കി തീർക്കുന്നു. അടുത്ത പദം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ആമേൻ, ഹല്ലേലൂയ. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും, ആമേൻ സ്തോത്രം, അവയെ, ആമേൻ സ്തോത്രം, പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവർക്കും അറിയാം പതിരെന്താണെന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. പതിരിൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റടിച്ചു കഴിഞ്ഞാൽ പറന്നു പോകും. ആമേൻ. പാടത്ത് ആമേൻ നെല്ല് കൊയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പതിരിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. കാരണം ആമേൻ എല്ലാ നെല്ലിൻ്റെയും വളർച്ച ആമേൻ മുകളിലേക്ക് പോയതിന് ശേഷം ആമേൻ അത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? വെയിറ്റ് കാരണം അത് താഴേക്ക് തലകുനിക്കും. ആമേൻ സ്തോത്രം. എന്നാൽ പതിരിനൊരു സ്വഭാവമുണ്ട്, എല്ലാത്തിനെക്കാട്ടിലും ഇങ്ങനെ മുകളിൽ കയറി നിൽക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ഇത് മാത്രമാണ് കാരണം. ഇതിന് തല കുനിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കാറ്റത്ത് ഇങ്ങനെ നിന്ന് ആടി നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെക്കാട്ടിലും വലുതായിട്ട് നിൽക്കണമെന്നുള്ള ഒരു ക്യാരക്ടർ അതിനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു പാടത്ത് കൊയ്ത്തങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ തല കുനിച്ച് നിൽക്കുന്നതെല്ലാം ആമേൻ അറയ്ക്കകത്തിലേക്കും, ആമേൻ ഹല്ലേലൂയ, അന്ന് ഉയർന്നു നിന്ന് കാറ്റത്തൊക്കെ നിന്ന് സന്തോഷത്തോടെ നിങ്ങളെല്ലാം തല കുനിച്ച് നിൽക്കുന്നല്ലോ, ഞാൻ മാത്രമാണല്ലോ ഉയർന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞ് നിന്ന് ആ പതിരിനെ എടുത്തിട്ട് ആമേൻ നിലം കൂട്ടി അതിനെ വെട്ടുമ്പം ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വെട്ടത്തുള്ളൂ. കാരണം ഇനി നീ വളരരുത്. ഹല്ലേലൂയ. അതിനെ അടി കൂട്ടി വെട്ടിയെടുത്തിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കും. ആമേൻ. ആ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. നല്ലത് മുഴുവനും കളപ്പുരയ്ക്കകത്തും ആമേൻ തീയതിനെ എടുത്ത് തീക്കകത്തേക്ക് എറിയുന്നൊരു കാലം വരുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്ന ഒരു ദൂതാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നല്ലതായി തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ മൂല്യമുള്ളതായിട്ട് തീരുക. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആമേൻ ഉറച്ചു നിൽക്കുന്നവരായിട്ടുള്ളത് തീരുക. ആമേൻ സ്തോത്രം. ഇപ്പോഴൊക്കെ ഇപ്പോൾ അത് പഠിക്കുമ്പോഴും അത് വചനം ഗ്രഹിക്കുമ്പോഴും ആ വചനത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോഴുമൊക്കെ ആമേൻ അല്പമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. പക്ഷേ എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ, കളപ്പുരയ്ക്കകത്തിൽ നിന്നെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സമയം നമ്മൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. ഇത് ചെറിയ കാര്യമല്ല. ആമേൻ സ്തോത്രം. ഇസ്രായേൽ ജനത്തിനെ മിസ്രൈമിൽ നിന്നും വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആമേൻ ഫറവോന്റെ സന്നിധിയിലേക്ക് ദൈവം ബാധകളെ അയച്ചു. ആമേൻ 1, 2, 3 ഒക്കെ അയച്ചപ്പോൾ അവൻ അതിനെ തരണം ചെയ്തു. എന്നാൽ ആമേൻ സ്തോത്രം, ദൈവം ഒന്ന് ചിന്തിച്ചിറങ്ങി. ആമേൻ തൻ്റെ ജനത്തിനെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ സംഹാരകനെ ഇറക്കിയേ മതിയാകത്തുള്ളൂ. ചിലത് അങ്ങനെ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ ചിലതിനെ തകർത്ത് കളയണമെന്നുണ്ടെങ്കിൽ, ആമേൻ ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ചില സംഹാരകന്മാരിറങ്ങും. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകലിൽ? ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനെ ആമേൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയുവാൻ തക്കവണ്ണം നിന്റെ പ്രാർത്ഥനയുടെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആമേൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവേ ഹല്ലേലൂയ, എനിക്കെതിരെ എഴുന്നേൽക്കുന്ന, ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കാര്യമല്ല, ആമേൻ ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിനക്ക് മുന്നോട്ട് പോകാൻ, എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ആത്മീക മേഖലയും ഭൗതിക മേഖലയും
വാതിലുകളെയും അടച്ചു വെച്ചിരിക്കുന്ന ചില പൈശാചിക സ്പിരിറ്റുകളുടെ ആധിപത്യങ്ങളെ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൻ്റെ ദൈവം ഇറങ്ങി ആമേൻ ഹല്ലേലൂയ അതിനെ മാറ്റിക്കളയുന്ന ആമേൻ ഒരു ദൈവപ്രവൃത്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവം ആമേൻ അത് തന്ന് നിങ്ങളെ ആമേൻ മാന്യതയുടെ പദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ആഴം വെളിപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹോളി സ്പിരിറ്റ് ഇതാ പറയുന്നത് കീഴടക്കുക എന്ന് പറയുന്നത്. കീഴടക്കുക എന്ന് പറഞ്ഞു ഞാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ ആമേൻ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമേൻ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന്, ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ശക്തമായിട്ടുള്ള ആമേൻ ഒരു കോട്ട. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. 6 രഥങ്ങളെ ആമേൻ ഏകദേശം 10ഓളം കുതിരകളെ കൂട്ടിവെക്കുന്നുള്ള 6ഓളം രഥങ്ങളെ ഒരേ ലെവലിൽ ആമേൻ ആ കോട്ടയുടെ മുകളിൽ കൂടി ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയാവുന്ന തരത്തിലുള്ള കോട്ട. ഇത്രയും വലിയ കോട്ടയെ നശിപ്പിപ്പാൻ ആമേൻ സ്തോത്രം 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിയത്തില്ല. ആമേൻ അതിനെ ഇടിച്ചു പൊളിച്ച് കളയാനാണെങ്കിലും നടക്കത്തില്ല. പക്ഷേ ആമേൻ ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ ഒന്ന് ആർപ്പിടാൻ തയ്യാറാണെങ്കിൽ, ആമേൻ നീ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നമുക്ക് കാണുവാൻ കഴിയും. ദേശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ചില ദുരാത്മാവിൻ്റെ മണ്ഡലങ്ങളെ പൊളിച്ചു കളയുവാൻ, ആമേൻ നിന്റെ കുടുംബത്തിനെതിരെ എഴുന്നേൽക്കുന്ന ചില ദുരാത്മാവിൻ്റെ ശക്തികളെ പൊട്ടിച്ചു കളയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആമേനൊന്ന് സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേനൊന്ന് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു ചിലത് കീഴടങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പട്ടണത്തിൽ നിന്നെ ഒതുക്കിക്കളഞ്ഞ മേഖലയുണ്ടോ? ആമേൻ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത മേഖലയുണ്ടോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ സ്തുതികളിന്മേൽ ആമേൻ ചില വലിയ കോട്ടകൾ വീഴാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധനായവൻ നിനക്ക് മുമ്പേ വരുന്നു. ആമേൻ അവൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരുമ്പോൾ, ആമേൻ ലോകരക്ഷകനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരുമ്പോൾ, ആമേൻ എതിരെ എഴുന്നേൽക്കുന്ന ചില ദുരാത്മാവിൻ്റെ സകല മണ്ഡലങ്ങളെയും പൊട്ടിക്കുന്ന ആമേൻ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് ആമേൻ നമ്മളെ മാനിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ എത്ര പേരെന്ന് പ്രഭാതത്തിൽ അതിനെ ആത്മാവിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ആ കർത്താവിന് നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പുഴുവായ യാക്കോബേ, ആമേൻ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത്ര പെർഫെക്റ്റ് ആയിട്ട്, ഇത്ര ആമേൻ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു ദൈവത്തെ ആമേൻ നിങ്ങൾക്ക് കിട്ടിയതിന് നല്ല സ്തോത്രം പറഞ്ഞോണം കേട്ടോ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. യോശുവയും മോശയും കൂടെ ഒരുപോലെയാണ് ആമേൻ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയത്. പക്ഷെ പകുതി വഴി ചെന്നപ്പം സീനായി പർവ്വതത്തിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ദൈവം പറയുക, മോനെ യോശുവയെ, നീ അവിടെ ഇരുന്നോ, ആമേൻ നിനക്കുള്ളത് ഞാൻ പ്രത്യേകം ഒരുക്കി തരുന്നുണ്ട്. അനുസരണം. ദൈവസാന്നിധ്യത്തിനകത്തിൽ കയറി മോശ ഇരുന്നപ്പോൾ ആമേൻ 40 ദിവസവും ഭക്ഷണമില്ല, ആമേൻ ഒന്നുമില്ലാതെ താൻ ആ അടിവാരത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ മലയുടെ ചുവട്ടിൽ ആമേൻ മോശയെയും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയും മോശയെ പ്രതീക്ഷിച്ചു കൊണ്ടല്ല, ആമേൻ മോശ ആമേൻ ആരുടെ കൂടെ ഇരിക്കുന്നു അതേ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആമേൻ യോശുവ അതിൻ്റെ അടിവാരത്തിലിരുന്നു. എന്നാൽ ആമേൻ മോശയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ യോശുവയോട് ദൈവം പറയുകയാണ്, യോശുവയെ, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് സ്വന്തമായിട്ട് തരും. പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം, ഇസ്രായേലിൻ്റെ പരിപാലകനായ
ആമേൻ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നും എപ്പോഴും നമ്മളുടെ കൂടെ തന്നെയുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തിയോ ആമേൻ നല്ലൊരാമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. എൻ്റെ ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഒരിക്കലും തകർക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയത്തില്ല. പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ഉയർത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ആമേൻ, നമ്മളെ ജീവനോടെ നമ്മളെ ഹല്ലേലൂയ സ്നേഹിക്കുന്ന, നമ്മളെ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല, അവൻ മയങ്ങുകയുമില്ല. ആമേൻ. താങ്ക് യു ജീസസ്. ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി സംസാരിക്കണമെന്നുണ്ട് കർത്താവിൻ്റെ സമയം നമ്മുടെ മുമ്പിലില്ല എങ്കിലും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. നമ്മളോട് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. അതേ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. 43-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ആര് അത് തടുക്കും? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ നിമിത്തം ബാബേലിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽദയരെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും. ഒറ്റ വേർഡാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആര് അത് തടുക്കും? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ നിലനിർത്തുന്ന ഒരേ ഒരു സ്നേഹം, അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ കർത്താവായ യേശു നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാമോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ മാറോട് ചേർക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. ആ സ്വർഗത്തിൻ്റെ സാന്നിധ്യം, ആ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു: കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-17 പറയുന്നു: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാൻ അത്രേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. കേൾപ്പിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മുമ്പ് ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുന്നു. ആമേൻ. എവിടെയെങ്കിലും ഞങ്ങൾ ഈ ജീവിതത്തിനകത്തിൽ ഇനിയും മാറുവാനുണ്ടെങ്കിൽ, കർത്താവിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ഞങ്ങൾക്ക് ഇനിയും മാറ്റങ്ങൾ വരുവാനുണ്ടെങ്കിൽ, ഞങ്ങളിൽ നിന്നും നിത്യത നഷ്ടപ്പെടുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, കർത്താവേ, ആമേൻ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ കേട്ടുകൊണ്ടിരുന്ന ദൈവശബ്ദത്തിലൂടെ ഞങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളിലേക്ക് വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് പ്രകാരം ചെയ്യുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി. കടന്നു വന്നിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരത്തിലേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.